അപ്പൊ ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി നോക്കാം. എല്ലാ വസ്തുക്കളും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നത്? എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വാഭാവിക ആവൃത്തി എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സ്വാഭാവിക ആവൃത്തി എന്തായിരുന്നു? സ്വാഭാവിക ആവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ നമ്മൾ ഒന്നും ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നും ചെയ്യാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറമേ നിന്നും ഒന്നും ചെയ്യുന്നില്ല. ഇതെന്താണ്? ഇത് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്വതന്ത്രമായി നിൽക്കുന്ന. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിന് തന്നെ തനതായിട്ട് എന്തുണ്ടാവും? ഒരു ആവൃത്തി ഉണ്ടാവും അല്ലെ? തനതായ ആവൃത്തി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എല്ലാ വസ്തുക്കൾക്കും സ്വാഭാവിക ആവൃത്തിയിൽ മാത്രമായിരിക്കുമോ കമ്പനം ചെയ്യുന്നത്? അതായത് ഇങ്ങനെ എല്ലാ വസ്തുക്കളും സ്വന്തമായിട്ട് തന്നെയാണോ കമ്പനം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള ഉത്തരമാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. പ്രണോദിത കമ്പനവും അനുനാദവും. എന്താ? പ്രണോദിത കമ്പനവും അനുനാദവും. മേശപ്പുറത്ത് വച്ചിരിക്കുന്ന മിക്സി പ്രവർത്തിപ്പിക്കുമ്പോൾ മേശയും കമ്പനം ചെയ്യുന്നതായി അനുഭവപ്പെട്ടിട്ടില്ലേ? ഇല്ലേ? നമ്മൾ എന്താ ഒരു മേശമേൽ വെച്ചിട്ട് മിക്സി ഓൺ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മിക്സി എന്ത് ചെയ്യുന്നുണ്ടാവും? കമ്പനം ചെയ്യുന്നുണ്ടാവും അല്ലെ? മിക്സി കമ്പനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ എന്തും കമ്പനം ചെയ്യുന്നുണ്ടാവും? മേശയും കമ്പനം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് ശ്രവിക്കൂ. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ തണ്ട് മേശപ്പുറത്ത് വച്ചപ്പോൾ കേൾക്കുന്ന ശബ്ദത്തിൽ എന്ത് മാറ്റമുണ്ടായി? ശബ്ദം ഉച്ചത്തിലായതിന് കാരണം എന്തായിരിക്കും? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ട്യൂണിംഗ് ഫോർക്ക് അല്ലെ? ട്യൂണിംഗ് ഫോർക്ക് ഒന്ന് തട്ടിയതിന് ശേഷം സൗണ്ട് കേൾക്കാനാണ് പറയുന്നത്. എന്നുള്ളൊരു മൂളൽ കേൾക്കാം അല്ലെ? മൂളൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ? കമ്പനം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അതായത് ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ ഇതിനെ ഉത്തേജിപ്പിച്ചതിന് ശേഷം ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ ഒരു തണ്ട് ഒരു മേശപ്പുറത്ത് വെച്ച് നോക്കാം. അപ്പോൾ എന്ത് മാറ്റമാണ്, ശബ്ദത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. എന്ത് മാറ്റമായിരിക്കും സംഭവിച്ചേ? സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം കുറച്ചും കൂടി ഒച്ചത്തിലായതുപോലെ തോന്നും അല്ലെ? ഒച്ചത്തിൽ ആയിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ ട്യൂണിംഗ് ഫോർക്കിനൊപ്പം മേശയും കമ്പനം ചെയ്യുന്നത് കൊണ്ടല്ലേ ശബ്ദം ഉച്ചത്തിലായത്? ട്യൂണിംഗ് ഫോർക്ക് മാത്രമായിരുന്നു നമ്മൾ ആദ്യം കമ്പനം ചെയ്യിപ്പിച്ചത്. കമ്പനം ചെയ്യിപ്പിച്ചതിന് ശേഷം ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ ഒരു തണ്ട് നമ്മൾ എന്തിന്റെ മേലെ വെച്ചു? മേശയുടെ മേലെയായിട്ട് വെച്ചു. മേശയുടെ മേലെയായി വെച്ചപ്പോൾ നമുക്ക് സൗണ്ട് എന്ത് കേട്ടു? സൗണ്ട് കുറച്ചും കൂടി ഉച്ചത്തിലായതുപോലെ എന്നാണ് നമ്മൾ കേട്ടത്. ഇതിന് കാരണം എന്താണ്? മേശയും ഇതും ട്യൂണിംഗ് ഫോർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാളും എന്ത് ചെയ്ത്? കമ്പനം ചെയ്ത്. അതുകൊണ്ടാണ് നമുക്ക് എന്തിന് പറ്റിയത്? ശബ്ദം ഉച്ചത്തിൽ കേൾക്കാനായിട്ട് പറ്റിയത്. കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ഇല്ലേ? ഇവിടുന്ന് തന്നെ ക്ലിയർ ആയില്ലേ? എന്താണ്? മേശ എന്താ? മേശക്ക് ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ട്. ട്യൂണിംഗ് ഫോർക്കിന് എന്തുണ്ട്? ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ട് അല്ലെ? ഇങ്ങനെ രണ്ടിനും എന്തുണ്ട്? സ്വാഭാവിക ആവൃത്തി ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്ത്? നമ്മൾ ഈ ഒരു ട്യൂണിംഗ് ഫോർക്കിനെ മാത്രമാണ് ആദ്യം കമ്പനം ചെയ്തത് അല്ലെ? എന്നിട്ട് എന്ത് ചെയ്ത്? ട്യൂണിംഗ് ഫോർക്ക് വന്ന് മേശേന്റെ മേലെ വെച്ചപ്പോൾ മേശയും കൂടി എന്ത് ചെയ്ത്? കമ്പനം ചെയ്യാനായിട്ട് തുടങ്ങി. ഇങ്ങനെ ഒരു വസ്തുവിനെ കമ്പനം ചെയ്യിപ്പിച്ച് വേറൊരു വസ്തുവിനെ, അതായത് ഒരു വസ്തുവിനെ കമ്പനം ചെയ്യിപ്പിക്കുന്നതിലൂടെ വേറൊരു വസ്തുവിനെയും കൂടി നമുക്ക് കമ്പനം ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രണോദിത കമ്പനം. എന്താണ്? പ്രണോദിത കമ്പനം. കമ്പനം ചെയ്യുന്ന വസ്തുവിന്റെ പ്രേരണം മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം. ക്ലിയർ ആയില്ലേ? അതായത് വെറുതെ നിൽക്കുന്ന ഒരു വസ്തുവിനെ വേറൊരു ആളെ കമ്പനം കൊണ്ട് ഇതിനും കമ്പനം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയും. നമുക്ക് എന്താ നെക്സ്റ്റ് നോക്കാം. ചിത്രം നിരീക്ഷിക്കൂ. ഏത്? ഈ ഒരു ചിത്രം.
ഏകദേശം 17 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങളും ഏകദേശം 13 സെന്റിമീറ്റർ നീളമുള്ള ഒരേപോലെയുള്ള 3 ഹാക്സോ ബ്ലേഡ് കഷ്ണങ്ങളും 2 തടിക്കട്ടകൾക്കിടയിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്ന സംവിധാനം ഉപയോഗിച്ച് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കൂ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ 2 മരക്കഷ്ണം ഉണ്ട് അല്ലെ. 2 മരക്കഷ്ണം എന്താണ്? 2 മരക്കഷ്ണം ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മരക്കഷ്ണം ഉണ്ട്. അതിൻ്റെ ഇടയിൽ എന്താ? ഒരേപോലത്തെ 3 ഹാക്സോ ബ്ലേഡ്, ഒരേപോലത്തെ 3. ചെറുതിന് 13 സെന്റിമീറ്റർ ആണ് നീളം, വലുതിന് 17 സെന്റിമീറ്റർ ആണ് നീളം. അതിങ്ങനെ ഇടവിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുത്തി വെച്ചിട്ടുണ്ട്. 13 17 13 17 13 17 ഇങ്ങനെ ഇടവിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു മരക്കഷ്ണങ്ങൾക്കിടയിൽ കുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. എ എന്ന ഹാക്സോ ബ്ലേഡ് വിരൽ കൊണ്ട് തട്ടി ഉത്തേജിപ്പിക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? എന്താ ഈ ഒരു എ എന്ന് പറയുന്ന എന്താണ്? ബ്ലേഡ് ഒന്ന് തട്ടി ഉത്തേജിപ്പിക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്ത് നമുക്ക് കാണാൻ പറ്റും? എ എന്ന് പറയുന്നത് കമ്പനം ചെയ്യുന്നതായിട്ട് കാണും. അതുപോലെ തന്നെ ബിയും സിയും ഡിയും ഇയും എഫും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? കമ്പനം ചെയ്യുന്നുണ്ടാവും അല്ലെ. എന്താണ്? എല്ലാ ബ്ലേഡുകളും കമ്പനം ചെയ്യുന്നു. എല്ലാ ബ്ലേഡുകളും ഒരേ ആയതിയിലാണോ കമ്പനം ചെയ്യുന്നത്? എന്താ ചോദിച്ചിട്ടുള്ളത്? എയും ബിയും സിയും ഡിയും ഇയും എഫും എല്ലാം ഒരേ ആയതിയിൽ. ആയതി എന്തായിരുന്നു? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള മാക്സിമം അല്ലെ, പരമാവധി സ്ഥാനാന്തരമായിരുന്നു എന്തെന്ന്? ആയതി അല്ലെ, ആയതി. അപ്പൊ എല്ലാം ഒരേ ആയതിയിലാണോ കമ്പനം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. എല്ലാം ഒരേ ആയതിയിലായിരിക്കുമോ കമ്പനം ചെയ്യുക? അല്ല, നോ അല്ലെ, അല്ല, നോ. കൂടി ആയതിയിൽ കമ്പനം ചെയ്തവ ഏതെല്ലാമാണ്? ഏനെയാണ് മുട്ടിയത് അല്ലെ. അപ്പോൾ എ എന്തായാലും നല്ല ആയതിയിലായിരിക്കും കമ്പനം ചെയ്യാം. പിന്നെ ആരായിരിക്കും? സിയും ചെയ്യും ഇയും ചെയ്യും. എയും സിയും ഇയും എന്ത് ചെയ്യും? ഒരേ ആയതിയിലായിരിക്കും കമ്പനം ചെയ്യുക. കാരണം എന്താ? ഇവര് 3 പേർക്കും ഒരേ നീളവുമാണ്, ഒരേ മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഒരേ ആയതിയിൽ, നല്ല മാക്സിമം ആയതിയിൽ കമ്പനം ചെയ്യുന്ന ആരൊക്കെയാണ്? എയും സിയും ഇയും അല്ലെ. എയും സിയും ഇയും. എല്ലാ ബ്ലേഡുകളുടെയും കമ്പനം നിർത്തിയ ശേഷം ബി എ കമ്പനം ചെയ്യിപ്പിച്ച് നിരീക്ഷണം സയൻസ് ഡയറിയിൽ എഴുതുക. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം എന്തിനാ ചെയ്തത്? എനെ ആയിരുന്നു. ഇനി ബീനെ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ബീനെ കമ്പനം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ ബ്ലേഡും എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ ആയതിൽ ഏതൊക്കെ ബ്ലേഡ് ആയിരിക്കും കമ്പനം ചെയ്യുക? ബിയും ഡിയും എഫും ആയിരിക്കും അല്ലെ. ബിയും ഡിയും എഫും ആയിരിക്കും ഒരേ രീതിയിൽ, ഒരേ ആയതിയിൽ കമ്പനം ചെയ്യുക. എ എന്ന ഹാക്സോ ബ്ലേഡിനെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ സി ഇ എന്നീ ബ്ലേഡുകൾ കൂടി ആയതിയിൽ കമ്പനം ചെയ്ത് എന്തുകൊണ്ടായിരിക്കും? സി ഇ എന്നിവയുടെ സ്വാഭാവിക ആവൃത്തി എയുടെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമായതുകൊണ്ടാണ് അവ കൂടിയ ആയതിയിൽ കമ്പനം ചെയ്തത് അല്ലെ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എ എന്ന് പറയുന്നതിനെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ആയതിയിൽ തന്നെയാണ് സിയും ഇയും കമ്പനം ചെയ്തത്. അതുപോലെ ബിന്റെ ആയതിയിൽ തന്നെയാണ് ഡിയും എഫും കമ്പനം ചെയ്തത്. അതിന്റെ കാരണം എന്തായിരിക്കും? എ എന്ന് പറയുന്നതിന് എന്താ? ഉള്ളിലെ ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും അല്ലെ. ഈ എന്റെ സ്വാഭാവിക ആവൃത്തിയും സിന്റെ സ്വാഭാവിക ആവൃത്തിയും ഇന്റെ സ്വാഭാവിക ആവൃത്തിയും ഒരേപോലെ ആവുമ്പോഴാണ് അതെന്ത് ചെയ്യുന്നത്? 3 പേരും ഒരേ ആയതിയിൽ കമ്പനം ചെയ്യുന്നത്. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. അനുനാദത്തിന് വിധേയമാകുന്ന വസ്തു പരമാവധി ആയതിയിൽ കമ്പനം ചെയ്യുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ, പ്രണോദിത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ പുറമേ നിന്നും വേറെ ഒരാളെ കൊണ്ടുവന്നിട്ട് മറ്റേ ആളെ എന്ത് ചെയ്യിപ്പിക്കുന്നു? കമ്പനം ചെയ്യിപ്പിക്കുന്നു അല്ലെ. അങ്ങനെ പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിയും
പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ രണ്ട് വസ്തുക്കളുണ്ട്. എന്തുണ്ട്? രണ്ട് വസ്തുക്കളുണ്ട്. ഇതിനെ ഞാൻ എന്ത് ചെയ്ത്? ഇതിനെ ഞാനൊന്ന് കമ്പനം ചെയ്യിപ്പിച്ച്. അപ്പം എന്ത് ചെയ്യും? ഇത് കമ്പനം ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു വസ്തു കമ്പനം ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന് ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്, ഇതിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതായത് സ്വാഭാവിക ആവൃത്തി ഉണ്ട് അല്ലേ? ഇതിനുമുണ്ട് ഇതിനുമുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ കമ്പനം ചെയ്യിപ്പിച്ചപ്പോൾ ഇത് എന്തിലായി? പ്രണോദിത കമ്പനത്തിലായി അല്ലേ? പ്രണോദിത കമ്പനത്തിലായി. അപ്പം എന്ത് സംഭവിക്കും? ഈ കമ്പനം ഇയാളുമായിട്ട് എക്സ്ചേഞ്ച് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനം കൊണ്ട് ഈ ഒരു വസ്തുവും എന്ത് ചെയ്യാൻ തുടങ്ങും? കമ്പനം ചെയ്യാനായിട്ട് തുടങ്ങും. അതിൻ്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയും സ്വാഭാവിക ആവൃത്തി എന്താവുന്നുണ്ട്? തുല്യമാവുന്നുണ്ട്. സ്വാഭാവിക ആവൃത്തി എന്താവുന്നുണ്ട്? തുല്യമാവുന്നുണ്ട്. അന്നേരം ഇവർ രണ്ടാളും എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ അനുനാദം എന്ന് പറയാം. എന്താണ്? അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം, രണ്ട് വസ്തുക്കളുണ്ട്, ഇതിനും ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും, ഇതിനും ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും. ഞാൻ ഈ ഒരു വസ്തുവിനെ എന്ത് ചെയ്ത്? പുറമേ നിന്ന് ഒരു തട്ടോ മുട്ടോ എന്തോ കൊടുത്ത് ഇതിനെ ഞാൻ എന്ത് ചെയ്യിപ്പിച്ച്? കമ്പനത്തിലേക്ക് ആക്കി. അപ്പം എന്ത് സംഭവിക്കും? ഇത് കമ്പനത്തിലായത് കൊണ്ട് ഈ ഒരു കമ്പനം ഇതിനും കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യും? ഇതും കമ്പനത്തിലേക്കായി മാറും. അങ്ങനെ ഇതും കമ്പനത്തിലാവും, ഇതും കമ്പനത്തിലാവും. ഇങ്ങനെ കമ്പനത്തിലാവുന്നതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമാവും. അന്നേരം എന്ത് സംഭവിക്കും? രണ്ടാളും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, കമ്പനം ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിനെയാണ് നമ്മൾ അനുനാദം അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പാലത്തിലൂടെയൊക്കെ, തൂക്കുപാലമൊക്കെ ഉണ്ടാവില്ലേ? തൂക്കുപാലത്തിലൂടെയൊക്കെ പട്ടാളക്കാരോട് ഒരേപോലെ മാർച്ച് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി പറയും. അതിൻ്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാലത്തിന് ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ പട്ടാളക്കാർ ഈ ബൂട്ട്സ് ഇട്ടിട്ടുള്ള കാലായിരിക്കൂലേ, ആ ബൂട്ട്സിനും എന്തുണ്ടാവും? ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും, അതിനൊരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും. അപ്പം എന്ത് സംഭവിക്കും? ഈ പട്ടാളക്കാരൊക്കെ ഒരേപോലെ മാർച്ച് ചെയ്ത് പോകുമ്പോൾ ഒരു റിതം ഉണ്ടാവും അല്ലേ? അങ്ങനെ ആ റിതം കാരണം എന്ത് സംഭവിക്കും? ഈ പട്ടാളക്കാരുടെ മാർച്ചിൻ്റെ സ്വാഭാവിക ആവൃത്തിയും ഈ പാലത്തിൻ്റെ സ്വാഭാവിക ആവൃത്തിയും എന്താവും? ഈക്വൽ ആവും, സമമാവുന്ന സമയത്ത് ഈ പട്ടാളക്കാരുടെ മാർച്ചിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പാലത്തിൻ്റെ സ്വാഭാവിക ആവൃത്തിയും സമമാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പാലം റെസൊണേറ്റ് ചെയ്യും, അതായത് അനുനാദത്തിലാവുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പാലം കിടന്ന് ആടാനായിട്ട് തുടങ്ങും. പാലം ആടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാലം പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? പട്ടാളക്കാരോട് പാലത്തിലൂടെ, ഹാങ്ങിങ് ബ്രിഡ്ജസ് ഉണ്ടാവില്ലേ, തൂക്കുപാലങ്ങൾ ഉണ്ടാവില്ലേ, ആ പാലങ്ങളിലൂടെ മാർച്ച് ചെയ്ത് പോവാണ്ട് നിൽക്കാനായിട്ട് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പം ഇനി എന്താ നോക്കാനുള്ളത്? ഓക്കെ, ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വ്യാസവുമുള്ള PVC പൈപ്പ് പൂർണ്ണമായും ജലത്തിൽ താഴ്ത്തി വെച്ച ശേഷം 512 ഹെഡ്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് പൈപ്പിൻ്റെ മുകൾ ഭാഗത്ത് പിടിക്കുക. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു PVC പൈപ്പ് ഉണ്ട് അല്ലേ? PVC പൈപ്പിൻ്റെ നീളം പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വ്യാസം എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 4 സെൻറ്റിമീറ്റർ ആണ്. അത് പൂർണ്ണമായിട്ടും ജലത്തിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം 512 ഹെഡ്സിൻ്റെ ഒരു ട്യൂണിംഗ് ഫോർക്കും ഉത്തേജിപ്പിച്ചിട്ട് മേലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്.
പൈപ്പ് കൃത്യമായി ഉയർത്തി പൈപ്പിനുള്ളിലെ വായുരൂപത്തിന്റെ നീളം വ്യത്യാസപ്പെടുത്തും. അതായത് നമ്മൾ എന്താ പൈപ്പ് ഈ വെള്ളത്തിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടാണുള്ളത്. ഇവിടെ എന്തുണ്ട്, ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഈ പൈപ്പിന്റെ നീളം നമ്മളിങ്ങനെ പൊക്കുകയും താത്തിയും ചെയ്യാനാണ് പറയുന്നത്. ഒരു ഘട്ടം എത്തുമ്പോൾ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നതായി അനുഭവപ്പെടുന്നില്ലേ? ഇതിന്റെ കാരണം എന്തായിരിക്കും? അതായത് നമ്മൾ ട്യൂണിംഗ് ഫോർക്കും വെച്ചിട്ടുണ്ട്, പൈപ്പും വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പൊക്കിയും താത്തിയും ഇങ്ങനെ കളിക്കുമ്പോൾ ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ശബ്ദം നല്ല സൗണ്ടിലായിട്ട് കേൾക്കാനായിട്ട് പറ്റും. ഇതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്തായിരിക്കും? ഈ ഒരു പൈപ്പിന് എന്തുണ്ടാവും? ഈ ഒരു പൈപ്പിന് സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും. ഇതിനും എന്തുണ്ടാവും? ഒരു സ്വാഭാവിക ആവൃത്തി ഉണ്ടാവും. അപ്പൊ രണ്ടിൻ്റെയും സ്വാഭാവിക ആവൃത്തി തുല്യമാവുമ്പോൾ നമുക്ക് ശബ്ദം കുറച്ചും കൂടി ഉച്ചത്തിൽ കേൾക്കാനായിട്ട് പറ്റും അല്ലേ? ഇതിനെ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? പ്രണോദിത കമ്പനം അല്ലേ? ഓക്കെ. പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ. അതായത് എക്സാംസിന് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിട്ടുള്ള കുറച്ച് സന്ദർഭങ്ങൾ എഴുതാനായിട്ട് ചോദിക്കും. അപ്പൊ എന്തൊക്കെ എഴുതാ? MRI സ്കാനിങ്. MRI സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മളുടെ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ നടത്തുമ്പോൾ, അതായത് തലക്കോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ, എന്താ ഇഞ്ചുറി അങ്ങനെ എന്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ MRI സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നതൊക്കെ ഇല്ലേ? അപ്പം അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? പ്രണോദിത കമ്പനവും അനുനാദവും കൂട്ടിയാണ് MRI സ്കാനിങ്ങിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റേഡിയോ ട്യൂണിങ്ങിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഗിറ്റാർ, വയലിന്, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങളിലും എന്തുപയോഗിക്കുന്നുണ്ട്? പ്രണോദിത കമ്പനവും അനുനാദവും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ? സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് ശ്രവിച്ചു നോക്കൂ. ഹൃദയമിടിപ്പിന്റെ വളരെ നേർത്ത ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്നില്ലേ? ശരീരത്തിലെ ചെറിയ ശബ്ദങ്ങൾ ശ്രവിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റെതസ്കോപ്പിൽ ശബ്ദത്തിന്റെ പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയായിരിക്കുന്നു. അല്ലെ? നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാവും അല്ലെ? ഇതിന്റെ പേരെന്താ? സ്റ്റെതസ്കോപ്പ് അല്ലെ? സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഹാർട്ടിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റും അങ്ങനെ പല സൗണ്ടുകളും, അതായത് നേർത്ത ശബ്ദം പോലും ഇതുവഴി നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഇങ്ങനെ കേൾക്കാനായിട്ട് പറ്റുന്നത്, ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് പ്രണോദിത കമ്പനവും അനുനാദവുമാണ് ഈ ഒരു സ്റ്റെതസ്കോപ്പിൽ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ എവിടെയൊക്കെയാ? മെഗാഫോണ്, ഹോണ്, സംഗീതോപകരണങ്ങളായ ട്രംപറ്റ്സ്, നാഗസ്വരം തുടങ്ങിയ ഉപകരണങ്ങളിൽ. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടാ. എന്തിന്? പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തുന്ന കുറച്ച് ഭാഗങ്ങളാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടാ. വേഗം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി 1 ഹെർട്സ് ആണ്. അതിന്റെ പീരിയഡ് എത്രയാണ്? എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം എന്തൊക്കെയാ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുള്ളത് നോക്കാം. ഇതിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ആവൃത്തി തന്നിട്ടുണ്ട് അല്ലെ? ആവൃത്തി എന്തായിരുന്നു? എഫ് അല്ലെ? എഫ് തന്നിട്ടുണ്ട്. എഫ് എത്രയാ? 1 ഹെർട്സ്. 1 ഹെർട്സ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ പീരിയഡ് എത്രയാണ്? പീരിയഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ടി ആണ് കാണാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. എഫും ടിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? 1/T ആയിരുന്നു അല്ലെ? എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/T ആയിരുന്നു. അപ്പൊ നമുക്ക് കണ്ടുകൂടെ ടി എന്തായിരിക്കും? ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു 1/F ആയിരിക്കും അല്ലെ? ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/F ആയിരിക്കും. ഈക്വൽ ടു 1/F എത്രയാ? 1 അല്ലെ? 1/1 എത്ര വരിക? 1 സെക്കൻഡ്. ഇത് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം. ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ അതിന്റെ ആവൃത്തി എത്ര? എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ 0.5 സെക്കൻഡ്. സമയം എത്രയാ? സമയം തന്നിട്ടുള്ളത് അല്ലെ? ടി ആണ് തന്നിട്ടുള്ളത്. ടി എത്രയാ?
0.5 സെക്കൻഡ് ആണ് തന്നിട്ടുള്ളത്. എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ആവൃത്തി എഫ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് എങ്ങനെയാ കാണാം? എഫ് ഈസ് ഈക്വൽ ടു 1/t ആണ് അല്ലേ? 1/t 1 എത്രയാ? 0.5 1/0.5. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? 1/0.5 എങ്ങനെയാ ചെയ്യുക? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? ഈ പോയിന്റ് മാറ്റാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10 ചെയ്യുക. താഴെ ചെയ്ത് കഴിഞ്ഞാൽ മേലെയും ചെയ്യണം. അപ്പം മേലെ എന്ത് വരും? 10 ബൈ താഴെ എന്ത് വരും? 5. അപ്പം ആൻസർ എന്ത് വരും? 2 ഹെർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 512 ഹെർട്സ് ആവൃത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിൻ്റെ തണ്ട് മേശമേൽ അമർത്തി വയ്ക്കുന്നു. ഈ അവസരത്തിൽ മേശ കമ്പനം ചെയ്യുമോ? ഈ പ്രതിഭാസം ഏതു പേരിൽ അറിയപ്പെടുന്നു? എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് നമ്മൾ കുറച്ച് മുന്നേ നോക്കിയ കാര്യം തന്നെയാണ് അല്ലേ? ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ചിട്ട് എന്ത് ചെയ്ത് മേശേൻ്റെ മേലെ വെച്ച് ആ അവസരത്തിൽ എന്താ? മേശയും കമ്പനം ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. മേശയും കമ്പനം ചെയ്യുമോ? മേശയും കമ്പനം ചെയ്യും. അതിൻ്റെ കാരണം എന്താ? ഇതിൻ്റെ ഫ്രീക്വൻസി, ഇതിൻ്റെ സ്വാഭാവിക ആവൃത്തി ഇതിൻ്റെ സ്വാഭാവിക ആവൃത്തിയായിട്ട് സെയിം ആവും അല്ലേ? ഈക്വൽ ആവും അല്ലേ? അപ്പം എന്ത് ചെയ്യും? ഇത് റെസൊണേറ്റ് ചെയ്യും. ഇതും കമ്പനം ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ പേരെന്തേനു? ഇതിൻ്റെ പേര് പ്രണോദിത കമ്പനം അല്ലേ? ഇത് കാരണമല്ലേ ഇത് കമ്പനം ചെയ്തത്. അപ്പൊ ഇതിന്റെ കാരണം, ഇതിന്റെ പ്രതിഭാസം ഏതേനു? പ്രണോദിത കമ്പനം അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് നിന്നത്. ഇനി നമുക്ക് അടുത്ത പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു.